ഹലോ, ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത്. ഇതാണ് മറൈൻ വേൾഡ്. ഇത് സ്ഥലം പഞ്ചവടിയാണ്, ചാവക്കാട് അടുത്ത്. എൻട്രൻസ് മുതൽ തന്നെ നമുക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആണ് ഇവിടെ ഉള്ളത്. ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഒരു സെക്ഷന് വൈകിട്ട് 4 മണി മുതലേ സ്റ്റാർട്ടാവുള്ളൂ. പിന്നെ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഏരിയ ഉണ്ട്. ഇത് ഇവിടെ ഒരു 16D സിനിമയും കാർ റൈഡിങ്ങും ഉണ്ട്. പക്ഷേ സെപ്പറേറ്റ് ചാർജ് ഉണ്ട് കേട്ടോ അതിന്. പിന്നെ ബേർഡ്സ് പാർക്കിൻ്റെ പല വെറൈറ്റി ബേർഡ്സ് ഉണ്ട്. പിന്നെ അതിന് വേണമെങ്കിൽ ഫീഡിങ്ങും ചെയ്യാം. അക്വേറിയത്തിൻ്റെ ചാർജ് അഡൽട്ടിന് 350, കുട്ടികൾക്ക് ഫ്രീ ആണ്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. പിന്നെ 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 250 റുപ്പീസാണ്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് 300 രൂപയാണ് ചാർജ്. പിന്നെ അക്വേറിയത്തിനുള്ളിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫിഷ് സ്പാ ആണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഫിഷ് സ്പാ ചെയ്യുന്ന പോണ്ടിൻ്റെ മുകളിലായിട്ട് ഒരുപാട് അക്വേറിയംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ അക്വേറിയംസ്, അതിലൊക്കെ പല വെറൈറ്റി മീനുകളുണ്ട്. ഈ ചെറിയ വഴിയിലൂടെ നമുക്കൊന്ന് നൂർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫീലാണ്. എന്താ പറയുക, നമ്മളൊരു വെള്ളത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നതെന്ന് തോന്നിപ്പോവും. അപ്പോൾ എല്ലാ മീനിൻ്റെയും പേര് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലാ പേരും പറയുന്നില്ല, കാരണം കുറേ ടൈപ്പ് ഉണ്ട്, പല വെറൈറ്റിയാണ്. പിന്നെ ലൈറ്റും ഇവിടെ നല്ല കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ എല്ലാ പേരും അതിൽ കിട്ടുന്നില്ലായിരുന്നു. ഈ ഫിഷ് സ്പാ ചെയ്യുന്നിടത്ത് തന്നെയായിട്ട് വീണ്ടും ഒരു നല്ലൊരു ഒരു ചെറിയ മിനി റിഫ്രഷ്മെൻറ്റ് ഏരിയ ഉണ്ട്. ഇവിടുന്ന് അടുത്തൊരു എൻട്രൻസ് നമുക്ക് കാണാം. അത് കൂടെ പോയി കഴിഞ്ഞാൽ ഒരു പെൻഗ്വിൻ ഏരിയ ആണ്. അതിൽ ഒരുപാട് പെൻഗ്വിൻ്റെ സ്റ്റാച്യൂസാണുള്ളത്. പിന്നെ അവിടെ നമുക്ക് തെരണ്ടിയെ കാണാം, ലൈവായിട്ട് തെരണ്ടിയുണ്ട്. തെരണ്ടിയുടെ ഒരു ടൈപ്പാണ് കേട്ടത്. പിന്നെ ഇവിടെ നമുക്ക് ഫിഷ് ഫീഡിങ് ചെയ്യാം. ഈ ഫിഷ് ഫീഡിങ്ങിൻ്റെ ചാർജ് 20 റുപ്പീസായിരുന്നു.
പിന്നെ വീണ്ടും ഒരു എന്താ പറയുക, നമ്മൾ ഇരുട്ടുന്ന വെളിച്ചത്തേക്ക് വന്നതുപോലെ ഒരു ഡാർക്ക് സോൺ, വീണ്ടും ഒരു ഡാർക്ക് സോണിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ അവിടെയുള്ളൊരു സ്റ്റാഫ് നമുക്ക് നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, ഓരോ വെറൈറ്റി ഫിഷിനെ കുറിച്ചും. പിന്നെ ഇവിടെയാണ് നമ്മൾ ഒരു ആമസോൺ ഫോറസ്റ്റിനെ റിക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. അതിൻ്റെ എൻട്രൻസിലായിട്ട് ഡിനോസറിൻ്റെ ഒരു സ്കെൽറ്റൻ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു വലിയ പോണ്ടിൽ പല വെറൈറ്റി ഫിഷിനെ ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരുപാട് മൃഗങ്ങളുടെ രൂപങ്ങളും നമുക്കിങ്ങനെ കാണാൻ പറ്റും. നാച്ചുറൽ ഫീലിംഗ് കിട്ടും. പിന്നെ കൂടാതെ അവിടെ ആ പോണ്ടൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം നല്ലൊരു തണുപ്പായിരുന്നു കേട്ടോ അവിടെ. പിന്നെ അടുത്ത് ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ് ഒരു ഗ്രീൻ ടച്ചുള്ളൊരു ലൈറ്റിങ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു. ഇനി അടുത്ത എൻട്രൻസിൽ കൂടെ നമുക്ക് പോകുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കാണുന്നൊരു പിരാനയുടെ ഒരു ഗ്രൂപ്പാണ് കാണുന്നത്. അതൊരു പിരാനയുടെ ഒരു ടൈപ്പാണ് നമ്മൾ പറയുന്നത്. പിന്നെ കുറേ വാൾ പെയിൻറ്റിങ് ഉണ്ട്. എല്ലാം ഓഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള വാൾ പെയിൻറ്റിങ്സാണ്. നല്ല മെയിൻ്റനൻസ് ആണ് കേട്ടോ ചുറ്റും ചെയ്തിരിക്കുന്നത്. പിന്നെ അക്വേറിയം ആണെങ്കിൽ ഡെയിലി 2 നേരം അവർ pH ഒക്കെ നോക്കി അത് ബാലൻസ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഡോക്ടേഴ്സൊക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞതാണ് ഇതൊക്കെ. പിന്നെ ഒരുപാട് കടൽജീവികളുടെ മോഡൽസൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നേരെ നടന്ന് പോകുമ്പോൾ അക്വേറിയം മാത്രം നോക്കിയാൽ പോരാ, ഇങ്ങനെ ചുവരിലും ചിലപ്പോൾ റൂഫ് ടോപ്പിലൊക്കെ എന്തെങ്കിലും അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എവിടെ നോക്കിയാലും എല്ലാ സ്പേസും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് എല്ലാ കോർണറിലും എന്തെങ്കിലുമൊക്കെ ഒരു വിഷ്വൽ ട്രീറ്റ് അവർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ജൈൻറ്റ് ടൈഗർ പ്രോണിൻ്റെ മോഡലിൽ അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഷാർക്കിൻ്റെ മോഡൽസും തൂക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നടന്ന് കാണുമ്പോൾ മുകളിൽ കൂടി നോക്കണം പറഞ്ഞതുകൊണ്ടാണ്. മുകളിലാണ് ഇതുപോലത്തെയൊക്കെ ഓരോരോ സാധനങ്ങൾ സ്റ്റാച്യു പോലെയും പിന്നെ ഓരോരോ സ്കെലിറ്റൻ ഫോംസൊക്കെ അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്.
പിന്നെ ഈ മീനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, അതിൻ്റെ കൈയും കാലൊക്കെ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ഉണ്ടാവും എന്നാണ് അവിടുത്തെ ഒരു ഗൈഡ് പറഞ്ഞത്. പിന്നെ അത് നീന്തുകയും ചെയ്യും, പിന്നെ അതിന് ഒപ്പം നടക്കാനും പറ്റും. പിന്നെ അക്വേറിയത്തിനകത്തുള്ള ഓരോ ഡീറ്റെയിൽസും നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ആകെ പ്രോബ്ലം വീഡിയോ എടുക്കാനുള്ള ലൈറ്റ് അധികം ഇല്ല എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ലൈവായിട്ടൊരു ഷാർക്കിനെയും കാണുന്നത്. അങ്ങനെ ഷാർക്ക്, വലിയ ഷാർക്കല്ല, ഒരു മീഡിയം സൈസ് ഇടത്തരം വലുപ്പമുള്ളൊരു ഷാർക്കാണ്. പിന്നെ ഈ ഒരു ആമയുടെ മുകളിലായിട്ട് ഒരു ഫിഷ് ടാങ്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സൂപ്പറാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളത്തിനടിയിൽ സ്കൾപ്ചേഴ്സൊക്കെ കാണാൻ നല്ല കൗതുകമായിരുന്നു. പിന്നെ പണ്ട് കടലിലൊക്കെ മുങ്ങിപ്പോയൊരു ഫീലായിരുന്നു അത് കണ്ടാൽ നമുക്ക് തോന്നുക. പിന്നെ ഇത് ആമസോണിൽ കാണുന്ന ഒരു പ്രത്യേക ഐറ്റം തെരണ്ടിയാണ്. ആ പോണ്ടിൽ നമുക്ക് കൈയിടാം. അത് കാരണം അവിടെ ഫിഷ് ഫീഡിങ് ഉണ്ട്, തെരണ്ടീനെ ഫീഡ് ചെയ്യാൻ പറ്റും. അതിന് ഫിഷ് ഫീഡിങ്ങിന് ചാർജ് 20 റുപ്പീസ് തന്നെയാണ്. അതേപോലെ തന്നെ താഴെ മീനുകൾ കൊണ്ട് കളർഫുൾ ആക്കിയതുപോലെ തന്നെ മുകളിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. നമ്മുടെ പണ്ടത്തെ മനുഷ്യന്മാരുടെ എന്താ പറയുക ലൈഫ് സ്റ്റൈലൊക്കെയാണ് അവരവിടെ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. കുറേ ശില്പങ്ങളുണ്ട്. പിന്നെ വെള്ളത്തിൽ ഹിപ്പോയുടെ മോഡൽസൊക്കെ ഉണ്ട്. അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നത്. പിന്നെ ഇനി ഇതേ ഒരു ടണലിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ ആ ടണലിൻ്റെ മുകളിലായിട്ട് ഒരുപാട് വലിയ മീനുകളാണുള്ളത്. 7 അടി വരെ ഉയരമുള്ള ഓരോരോ ഫിഷുകളുണ്ട്. പിന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അക്വേറിയം എന്നാണ് ഇവർ പറയുന്നത്. ശരിക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയ അക്വേറിയം കാണുന്നത്. ഞാനിതിന് മുമ്പ് കണ്ട അക്വേറിയം പാലക്കാടിലെ മലമ്പുഴ പാർക്കിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു അക്വേറിയമാണ് ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള വലിയ അക്വേറിയം. പിന്നെ ഇതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ അക്വേറിയം കേട്ടോ. ഇവർ പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അക്വേറിയം എന്നാണ്. അതാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കിത് കുറേ കേവ് ആർട്സ് ഉണ്ട്, സ്കൾപ്ചേഴ്സ് ഉണ്ട്. പണ്ട് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഡിസാസ്റ്റർ വന്നിട്ട് വെള്ളത്തിനടിയിൽ ആയിപ്പോയിട്ടുള്ള മാതിരിയൊക്കെയാണ് നമുക്കത് കണ്ടാൽ തോന്നുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അക്വേറിയത്തിൻ്റെ പുറത്തേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ നമ്മൾ എത്തുന്നത്. അങ്ങനെ അക്വേറിയത്തിന് പുറത്തെത്തി. പുറത്തെ കാഴ്ചകളും കുറവൊന്നുമില്ല. ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ ആമയും മോലും ക്യാരക്ടറൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു റൂഫ് ടോപ്പിന് മുകളിലായിട്ട് വലിയൊരു ക്രാബിൻ്റെ ഒരു എന്താ പറയുക മോഡലും വെച്ചിട്ടുണ്ട്. ആ ഒരു എൻട്രൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റിയ വലിയൊരു ക്രാബിനെയാണ്. പിന്നെ മദേഴ്സിന് വേണ്ടിയിട്ട് ഫീഡിങ് റൂമുണ്ട്, ഫിഷ് ഫീഡിങ് ഉണ്ട്. അവിടെ ഫ്രീ ആണ് ഫിഷ് ഫീഡിങ്. അതിൻ്റെ അടുത്തായിട്ട് ഒരു വലിയൊരു തിമിംഗലത്തിൻ്റെ ഒരു വലിയൊരു മോഡലുണ്ട്. അതിനടുത്തായിട്ടൊരു ഷോപ്പുണ്ട്. നമുക്കിങ്ങനെ ആൻറ്റിക് പീസുകൾ
അപ്പോൾ അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മളവിടെ പോയി എന്നുള്ളതിനുള്ളൊരു എന്താ പറയുക മെമ്മറബിൾ മൊമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓരോരോ സാധനങ്ങൾ നമുക്ക് അവിടെ നിന്നായിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. ഈ ജയൻറ്റ് ക്രാബിൻ്റെ അകത്താണ് നെറ്റ് ഫിഷിങ്. നമുക്ക് വേണ്ട മീനിനെ നമുക്ക് തന്നെ പോയിട്ട് പിടിച്ചിട്ട് കവറിലാക്കിയിട്ട് നമുക്ക് വീട്ടിലേക്ക് വരാം. പക്ഷെ ഓരോരോ മീനിന് നമ്മൾ പിടിക്കുന്ന മീൻ ചാർജ് ചെയ്യുന്നു. ഈ ഒരു അക്വേറിയം മൊത്തം കണ്ടു തീർക്കാൻ ഏകദേശം 2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. 4 മണിയായിട്ടുണ്ട്. 4 മണിയായപ്പോൾ പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പാർക്കിൽ 80 റുപ്പീസാണ് കുട്ടികൾക്ക്. എല്ലാ റൈഡിനും കൂടി 80 റുപ്പീസാണ്. പക്ഷെ അപ്പുറത്ത് വേറൊരു ചെറിയ പാർക്കും കൂടിയുണ്ട്. അവിടെ ഇൻഡിവിജ്വൽ റൈഡിനാണ് ചാർജ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.